ആത്മപ്രേരിതം ഹൃദയോദ്ദീപകം ജീവദായകം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നല്ല ഈശോയെ, അങ്ങേ തൃക്കരങ്ങളിലേക്ക് ഞങ്ങൾ ഓരോരുത്തരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വലിയ അഭിഷേകത്താൽ ഞങ്ങളെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല ഈശോയെ, ഈ വചന ശുശ്രൂഷയുടെ സമയത്ത് അങ്ങയുടെ കൃപകളാൽ അനുഗ്രഹങ്ങളാൽ ഞങ്ങളെ നിറയ്ക്കണമേ. അങ്ങയുടെ വചനത്തിലൂടെ ഞങ്ങളുടെ ജീവിതത്തിന് ആവശ്യമായ കൃപകളും ദാനങ്ങളും നൽകി അനുഗ്രഹിക്കണമേ. ആമേൻ. ലോകമെമ്പാടുമുള്ള ഗുഡ്നസ്സിൻ്റെ പ്രേക്ഷകരെ, ഡിവൈൻ വോയിസ് എന്ന വചന ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ നമ്മുടെ വചന വിചിന്തനത്തിനായി എടുക്കുന്ന ഭാഗം എന്ന് പറയുക അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായം 8-ാം തിരുവചനം. അവിടെ നാം ഇപ്രകാരം വായിക്കും: എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയ മുഴുവനിലും സമരിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കും. ഈ വചനം കേൾക്കുമ്പോൾ നമുക്ക് പ്രധാനമായും നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചിന്ത, ഞാനിവിടെ പങ്കുവയ്ക്കാൻ പോവുക എന്ന് വിചാരിക്കുന്നത് ഒരു പക്ഷേ ഈശോയുടെ ആ വലിയ ഒരു കമാൻമെൻറ്റ്, നമ്മളോട് നൽകിയ ഒരു വലിയ ആവശ്യം, അതിനെക്കുറിച്ചായിരിക്കും എന്ന് വിചാരിക്കരുത്. ഞാൻ അതിനെക്കുറിച്ചല്ല സംസാരിക്കാനായിട്ട് പോവുക. നമ്മളെല്ലാവരും ഈശോയ്ക്ക് സാക്ഷികളാകാൻ വിളിക്കപ്പെട്ടവരാണ്. പക്ഷേ ഞാൻ ഇവിടെ ഇപ്പോൾ സംസാരിക്കാനായിട്ട് ഉദ്ദേശിക്കുക അവസാനത്തെ ആ ഒരൊറ്റ വാക്കിനെ കുറിച്ച് മാത്രം. സാക്ഷി എന്ന വാക്ക്. സാക്ഷി എന്ന വാക്കിനെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും നല്ല ഒരു ചിന്ത, ഒരു ഐഡിയ ഉണ്ടാകുമെന്ന് ഞാൻ കരുതുക. സാക്ഷി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, വളരെ പെട്ടെന്ന് സാക്ഷി എന്നൊരു വാക്ക് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് കടന്നു വരിക ഒരു പക്ഷേ കോടതി മുറികളായിരിക്കാം. കോടതിയിലും അതുപോലെ നിയമപരമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരു മേഖലയായിട്ട് ഈ സാക്ഷിയെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷേ ക്രിസ്തു ഈ വചനത്തിലൂടെ, അപ്പസ്തോല പ്രവർത്തനങ്ങളോട് നമ്മെ ഓർമ്മിപ്പിക്കുക, ഈശോയ്ക്ക് സാക്ഷികളാകാനുള്ള വലിയൊരു ആഹ്വാനമാണ് ക്രിസ്തു നമുക്ക് നൽകുക. അപ്പോൾ നാം ചിന്തിക്കാനായിട്ട് പോവുക ഈ കുറച്ച് സമയങ്ങളിൽ, ഞാൻ ആരാണ് എന്നുള്ളത്, ഞാനൊരു സാക്ഷിയാണോ എന്നുള്ള ഒരു ചിന്ത. ഞാനൊരു സാക്ഷിയാണോ? അതിൻ്റെ മറ്റൊരു വശം എന്ന് പറയുക, ഞാൻ ഒരു കാണിയാണോ എന്നുള്ളതാണ്. കാണിയാണോ എന്നൊരു ചിന്ത. മൂന്നാമതൊരു വശം എന്ന് പറയുക, ഞാൻ കള്ളസാക്ഷ്യം നൽകുന്നവനാണോ എന്നൊരു ചിന്ത. ഇങ്ങനെ 3 ചിന്തകൾ. അപ്പോൾ ഈ ചിന്തകളുമായി ചേർന്ന് നമുക്ക് ഈ നിമിഷങ്ങളിൽ ധ്യാനിക്കാനായിട്ട് സാധിക്കട്ടെ. ഇത് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരിക ഒരു കഥയാണ്. രാമകൃഷ്ണ പരമഹംസർ ഒരിക്കൽ പറഞ്ഞ ഒരു കഥ. ആ കഥ ഇപ്രകാരമാണ്: ഒരു പാതിര നേരം വെളുക്കാനായിട്ട് പോകുന്ന ഒരു സന്ദർഭം. ആ സന്ദർഭത്തിൽ ഒരു പട്ടി, ഒരു നായ കുരയ്ക്കാനായിട്ട് ആരംഭിച്ചു. ആ നായയുടെ കുര കേട്ട ഉടനെ മറ്റു നായ്ക്കളും, നമുക്കറിയാവുന്ന സ്വാഭാവികമായി മറ്റു നായ്ക്കളും അതിനോട് ചേർന്ന് കുരയ്ക്കാനായിട്ട് തുടങ്ങി. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ബാക്കി ഈ നായകളുടെ എല്ലാം സ്വരം നിലച്ചു. ഏത് നായ ആദ്യം കുരയ്ക്കാനായിട്ട് ആരംഭിച്ചോ ആ നായ മാത്രം കുരച്ചുകൊണ്ടേയിരുന്നു. അതിനുശേഷം രാമകൃഷ്ണ പരമഹംസർ ഇപ്രകാരം എഴുതി വയ്ക്കും, അതായത് ഈ നായ എന്തുകൊണ്ട് കുരച്ചുകൊണ്ടേയിരുന്നു, അതിനുള്ളൊരു കാരണം എന്ന് പറയുക, ഈ സ്ട്രെയിഞ്ചറിനെ കണ്ടത്, അല്ലെങ്കിൽ ഈ അജ്ഞാതനായ മനുഷ്യനെ അല്ലെങ്കിൽ വ്യക്തിയെ, ഒരു സംഭവത്തെ കണ്ടത് ആ നായ മാത്രമായിരുന്നു. ആ കണ്ട നായ മാത്രം തുടർന്നും കുരച്ചുകൊണ്ടേയിരുന്നു. ബാക്കി നായകളെല്ലാം നിശബ്ദതയിലേക്ക് പോയി എന്നുള്ളതാണ്. അപ്പോൾ നാം ചിന്തിക്കുക, നാം ഏതു തരത്തിലുള്ള ഒരു സാക്ഷിയാണ് എന്നതിനെക്കുറിച്ചാണ്. സാക്ഷിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് ബൈബിളിലൂടെ നമുക്ക് കടന്നു വരാം. ഏറ്റവും ആദ്യം നമ്മൾ പഴയ നിയമത്തിലേക്ക് കടന്നു ചെല്ലാം. പഴയ നിയമത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ സാക്ഷി എന്ന ആ ഒരു കാര്യത്തിലൂടെ എന്താണ് പഴയ നിയമത്തിൽ ഉദ്ദേശിച്ചിരുന്നത് എന്ന്, അത് പ്രധാനമായി നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്നൊരു ചിന്ത, നിയമവുമായി ബന്ധപ്പെട്ട്, കോടതിയുമായി ബന്ധപ്പെട്ട് ലീഗലായിട്ടുള്ള ഒരു കാര്യങ്ങൾ, അത് തന്നെയാണ് പഴയ നിയമത്തിൽ സാക്ഷിയെക്കുറിച്ച് പറയുക. നിയമാവർത്തന പുസ്തകം 19-ാം അധ്യായം 15-ാം തിരുവചനത്തിൽ നാം ഇപ്രകാരം വായിക്കും: തെറ്റിൻ്റെയോ കുറ്റത്തിൻ്റെയോ സത്യാവസ്ഥ തീരുമാനിക്കാൻ ഒരു സാക്ഷി പോരാ, 2-3 സാക്ഷികളുടെ മൊഴി എടുക്കണം എന്ന് നിയമാവർത്തന പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുക. അവിടെ അപ്പോൾ ഈ സാക്ഷി എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുക, അല്ലെങ്കിൽ അതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് ഇപ്രകാരമായിരുന്നു:
എന്തെങ്കിലും ഒരു കേസ് അല്ലെങ്കിൽ ഒരു കാര്യം ഒരു ആളുകളുടെ മുമ്പിലേക്ക് വരുന്നു. അപ്പോൾ അത് സാധൂകരിക്കാനായിട്ട് അദ്ദേഹം കുറ്റവാളിയാണോ അല്ലയോ എന്ന് സാധൂകരിക്കാനായിട്ട് ചെയ്യുക 2-3 സാക്ഷികളെ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഈ സാക്ഷികൾ സത്യം മാത്രം പറയണമെന്ന് ആ പഠനങ്ങളിൽ അല്ലെങ്കിൽ നിയമാവർത്തന പുസ്തകത്തിലെ പഴയ നിയമത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഒരു സാക്ഷി എന്തെങ്കിലും പറഞ്ഞു എന്നത് വെച്ച് അയാളെ ഒരിക്കലും വിധിക്കരുത് എന്നും പ്രത്യേകം പറയുന്നുണ്ട് നിയമാവർത്തന പുസ്തകം 19-ാം അധ്യായം 15-ാം തിരുവചനത്തിൽ. അവിടെ സൂചിപ്പിക്കുക 2-3 ഒന്നിലധികം സാക്ഷികൾ ഒരു കാര്യത്തെക്കുറിച്ച് സാധൂകരിച്ച് അല്ലെങ്കിൽ ഒരാൾ കുറ്റവാളിയാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ വിധി പ്രസ്താവിക്കാം. അതാണ് പഴയ നിയമത്തിൽ കടന്നു പോവുക. അപ്പോൾ വീണ്ടും പറയും പുറപ്പാടിൻ്റെ പുസ്തകം 20-ാം അധ്യായം 16-ാം തിരുവചനം, അയൽക്കാരനെതിരായി വ്യാജ സാക്ഷ്യം നൽകരുത്. അതൊരു കൽപ്പനയാണ്. കൽപ്പന ഇപ്രകാരമാണ്, നമ്മൾ ഒരിക്കലും വ്യാജ സാക്ഷ്യം നൽകരുത്. അപ്പോൾ പഴയ നിയമത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ നാം കാണുക ഒരു അവസ്ഥ അല്ലെങ്കിൽ ഒരു പ്രശ്നം, അതിൽ ആരെങ്കിലും ഉൾപ്പെട്ട് കഴിഞ്ഞാൽ അയാളെ എന്തു ചെയ്യണം? വിധി. ആ വിധി പ്രസ്താവിക്കുന്നതിന് മുൻപ് മറ്റ് തെളിവുകൾ നിരത്തുന്നതോടൊപ്പം അത് കണ്ട ആളുകളെ, സാക്ഷികളെ ചേർത്ത് വെക്കുക എന്നുള്ളതാണ്. അതാണ് പഴയ നിയമത്തിൻ്റെ പശ്ചാത്തലത്തിൽ നാം കാണുക. പിന്നീട് പഴയ നിയമത്തിൽ നിന്ന് നമ്മൾ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈ സാക്ഷി എന്ന കാര്യത്തിന് കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരികയാണ്. ഞാൻ ആദ്യം സൂചിപ്പിച്ച അതേ വാക്യം, അതായത് അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായം 8-ാം തിരുവചനത്തിൽ നാം ഇപ്രകാരം വായിക്കും, പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. നിങ്ങൾ ശക്തി പ്രാപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എനിക്ക് സാക്ഷികളായിട്ട് തീരും. ആ സന്ദർഭമെല്ലാം നമുക്കറിയാം. ഈശോയുടെ മരണത്തിന് ശേഷം, ഉത്ഥാനത്തിന് ശേഷം ശിഷ്യന്മാരെല്ലാവരും പേടിച്ചിരിക്കുക. അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടിയില്ല. പേടിച്ച് അവർ ഇങ്ങനെ ഒരു മുറിയിൽ, സഹ്യോനൂട്ടിശാലയിൽ പരിശുദ്ധ കന്യകാമറിയത്തിനോടൊപ്പം ചേർന്നിരിക്കുക. ആ സമയത്ത് അവർ പ്രാർത്ഥനയിലായിരുന്നു, നമുക്കറിയാം. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വരുന്നു. പിന്നീട് അവർ സാക്ഷികളായി മാറി. ആ സംഭവം ഈശോ ഇവിടെ നേരത്തെ പറയുക, നിങ്ങൾ സാക്ഷികളായിട്ട് മാറും. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ സാക്ഷികളായിട്ട് മാറും. അതാണ് ശിഷ്യന്മാരിൽ സംഭവിച്ചത്. അത് നമുക്കറിയാം. അപ്പോൾ നേരത്തെ പഴയ നിയമത്തിൽ നമ്മൾ കണ്ട ആ കോടതി മുറി, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിൽ നിന്ന് മാറി ക്രിസ്തു സാക്ഷി, ക്രിസ്തുവിൻ്റെ സാക്ഷിയായിട്ട് മാറുന്നതിനെ കുറിച്ച് ബൈബിൾ നമ്മെ പഠിപ്പിക്കുക. അപ്പോൾ പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴൊരു വ്യത്യാസം എന്ന് പറയുക, പഴയ നിയമത്തിൽ നാം നിയമവുമായി ബന്ധപ്പെട്ട് ഒരാളെ വിധിക്കാനായിട്ടാണ് സാക്ഷി എന്ന കാര്യം ഉപയോഗിച്ചിരുന്നത്, അല്ലെങ്കിൽ അത്തരം വ്യക്തികൾ ഉപയോഗിച്ചിരുന്നെങ്കിൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ക്രിസ്തു സാക്ഷി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക ക്രിസ്തു സാക്ഷിയായി മാറുക. ക്രിസ്തു സാക്ഷി എന്ന് പറഞ്ഞാൽ വെറുതെ സാക്ഷിയായിട്ട് മാറുകയല്ല, ക്രിസ്തുവിനെ അനുഭവിച്ച്, ഹൃദയത്തിൽ ക്രിസ്തുവിനെ അനുഭവിച്ച് ക്രിസ്തുവിൻ്റെ സാക്ഷിയായിട്ട് മാറാനാണ് ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുക. അതാണ് പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ. വീണ്ടും ഒരല്പം കൂടെ കടന്ന് ചിന്തിച്ചു കഴിയുമ്പോൾ വെളിപാടിൻ്റെ പുസ്തകത്തിലേക്ക് എഴുന്നേൽക്കി കഴിയുമ്പോൾ നാം ഇപ്രകാരം വായിക്കും. വെളിപാടിൻ്റെ പുസ്തകം 12-ാം അധ്യായം 11-ാം തിരുവചനം. അത് ഇപ്രകാരമാണ്, അവരാകട്ടെ കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ടും സ്വന്തം സാക്ഷ്യത്തിൻ്റെ വചനം കൊണ്ടും അവൻ്റെ മേൽ വിജയം നേടി ജീവൻ നൽകാനും അവർ തയ്യാറായി. ജീവൻ നൽകാനും അവർ തയ്യാറായി. നാം പഴയ നിയമത്തിൽ നിയമവുമായി ബന്ധപ്പെട്ട ഒരു സാക്ഷി ജീവിതത്തെക്കുറിച്ച് കണ്ടു. പുതിയ നിയമത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഈശോയോട് ചേർന്ന്, ഈശോയെ അനുഭവിച്ച് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ഒരു സാക്ഷി ജീവിതത്തെ കൊണ്ട് കണ്ടു. വീണ്ടും നമ്മൾ പുതിയ നിയമത്തിൻ്റെ അവസാനത്തിലേക്ക് കടക്കുമ്പോൾ നാം കാണുക സ്വന്തം ജീവൻ കൊണ്ട് സാക്ഷിയായി മാറി. രക്തസാക്ഷികളെ കുറിച്ചാണ് ഇവിടെ സംസാരിക്കുക. ഏറ്റവും വലിയ സാക്ഷ്യം എന്ന് പറയുക രക്തസാക്ഷിത്വമാണ്. സഭ നമ്മെ പഠിപ്പിക്കുന്ന കാര്യം. വീണ്ടും ഹെബ്രായ പുസ്തകം 12-ാം അധ്യായം 1-ാം തിരുവചനത്തിൽ നാം ഇപ്രകാരം വായിക്കും, നമുക്ക് ചുറ്റുമുള്ള സാക്ഷികൾ എന്നതിന് രക്തസാക്ഷികൾ എന്ന് നമുക്കവിടെ ബ്രാക്കറ്റ് ചെയ്യാം. അവിടെ ഇപ്രകാരം എഴുതും, വലിയ സമൂഹമുള്ളത് കൊണ്ട് നമ്മെ വിഷമിപ്പിക്കുന്ന ഭാരവും പാപവും നമുക്ക് നീക്കിക്കളയാമെന്ന്. വലിയൊരു സമൂഹമായിട്ട് ഈ സാക്ഷികൾ മാറുകയാണ്. രക്തസാക്ഷികളാണ്. അതായത് സാക്ഷി ജീവിതത്തിൻ്റെ ഏറ്റവും പരമോന്നതിയിൽ എത്തി നിൽക്കുന്ന ഒരു ജീവിതം. അതാണ് വിശുദ്ധ ഗ്രന്ഥം നമ്മുടെ മുൻപിലേക്ക് വയ്ക്കുക. നമുക്ക് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാം. എന്താണ് എൻ്റെ സാക്ഷി ജീവിതം? കത്തോലിക്ക തിരുസഭ നമ്മെ ഇപ്രകാരം പഠിപ്പിക്കും. കത്തോലിക്ക സഭയുടെ പഠനമാണ് ഒരു സാക്ഷി എന്ന് പറഞ്ഞാൽ ആരാണ്. അത് കത്തോലിക്ക സഭ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. സാക്ഷി എന്ന് പറഞ്ഞാൽ ഒരു പുരോഹിതൻ മാത്രമല്ല സാക്ഷി. സിസ്റ്റേഴ്സ് ആയിക്കൊള്ളട്ടെ,
അല്ലെങ്കിൽ മത അധ്യാപകർ, അല്ലെങ്കിൽ ഇങ്ങനെ സഭയുമായി ചേർന്ന് നിൽക്കുന്ന അവർ മാത്രമല്ല സാക്ഷികളെന്ന് സഭ നമ്മെ പഠിപ്പിക്കുക. പിന്നെ ആരാണ് സാക്ഷികൾ? സാക്ഷികൾ എന്ന് പറഞ്ഞാൽ കത്തോലിക്ക തിരുസഭ, കാറ്റക്കിസം ഓഫ് ദ കാത്തലിക് ചർച്ച്, കത്തോലിക്ക സഭയുടെ ഒഫീഷ്യലായിട്ടുള്ള പ്രബോധനം ഇപ്രകാരമാണ്: ജ്ഞാനസ്നാനം, അതായത് മാമോദീസ കിട്ടിയ നിമിഷം മുതൽ നാം വിളിക്കപ്പെട്ട സാക്ഷിയാണ്. അതായത് മാമോദീസ വെള്ളം നമ്മുടെ തലയിൽ വീണ ആ നിമിഷം മുതൽ ഞാൻ ഒരു വിളിക്കപ്പെട്ട സാക്ഷിയായിട്ട് തീർന്നുവെന്ന്. അത് കൂടുതൽ മുദ്രിതമാകപ്പെടുന്നതും ആ വിളി കൂടുതൽ ഉറപ്പിക്കുന്നതും സ്ഥൈര്യലേപനത്തിലൂടെയാണ് എന്ന് കത്തോലിക്ക തിരുസഭ പഠിപ്പിക്കുക. അപ്പം ഇതിന് ചുരുക്കം ഇതാ. എന്താണ് ചുരുക്കം? നമ്മളെല്ലാവരും സാക്ഷികളാണ്. നമ്മളെല്ലാവരും സാക്ഷി ജീവിതം നയിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് എന്ന് തിരുസഭ നമ്മെ ഓർമ്മിപ്പിക്കുക. നമ്മുടെ ജീവിതത്തിൻ്റെ വിളി എന്ന് പറയുക സാക്ഷി ജീവിതം നയിക്കാനാണ്. ആ സാക്ഷി ജീവിതത്തിലേക്കാണ് ഈശോ നമ്മെ ക്ഷണിച്ചുകൊണ്ടിരിക്കുക. എങ്ങനെയാണ് നമുക്ക് ഈ സാക്ഷി ജീവിതം നയിക്കാനായിട്ട് സാധിക്കുക? പോൾ ആറാമൻ മാർപ്പാപ്പ ഇപ്രകാരം നമ്മെ ഓർമ്മിപ്പിക്കും. പോൾ ആറാമൻ മാർപ്പാപ്പ ഇപ്രകാരം പറയും: ഇന്ന് ലോകം പ്രസംഗം കേൾക്കുന്നതിനേക്കാൾ ജീവിതം കാണാനാണ് ആഗ്രഹിക്കുന്നത് എന്ന്. പ്രസംഗം കേൾക്കുന്നതിനേക്കാൾ ജീവിതം കാണാനാണ് ആഗ്രഹിക്കുന്നതെന്ന്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ നമുക്കറിയാം. പ്രസംഗിക്കുക വളരെ എളുപ്പമാണ്. ഒന്ന് ഒരുങ്ങിക്കഴിഞ്ഞാൽ, ഒന്ന് പ്രിപ്പയർ ചെയ്ത് 2-3 പുസ്തകങ്ങളോ അല്ലെങ്കിൽ പല കാര്യങ്ങളൊക്കെ നോക്കി, ഇപ്പോഴത്തെ കാലഘട്ടത്തിലാണെങ്കിൽ ChatGPT, ജെമിനി, ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഇതൊക്കെ നോക്കി നമുക്ക് വേണമെങ്കിൽ ഒരു പ്രസംഗം പ്രിപ്പയർ ചെയ്യാം. വളരെ മനോഹരമായിട്ട് പ്രസൻറ്റ് ചെയ്യാനുള്ളൊരു സ്കില്ല് കൂടെയുള്ള ഒരു വ്യക്തികളാണെങ്കിൽ അത് വളരെ ഇമ്പ്രസീവായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും. അതാണ് പ്രസംഗം. പക്ഷേ പോൾ ആറാമൻ മാർപ്പാപ്പ പറയുക, ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ ഈ ലോകം നോക്കുന്നത് ഈ പ്രസംഗങ്ങളിലേക്കല്ല. മാർപ്പാപ്പ ഇപ്രകാരം പറയും: ജീവിതത്തിലേക്കാണ് ലോകം നോക്കുന്നത് എന്ന്. നമ്മളപ്പോഴും എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ജീവിതമാണ് സാക്ഷ്യമാക്കി മാറ്റേണ്ടത്, പ്രസംഗങ്ങളല്ല. നമുക്ക് ഇപ്രകാരം തിരിച്ചറിയാനായിട്ട് സാധിക്കും. നന്നായിട്ട് പ്രസംഗിക്കുന്ന ഒരു സുവിശേഷ പ്രഘോഷകനാണെങ്കിൽ പോലും ആ വ്യക്തിയുടെ അല്ലെങ്കിൽ ആ മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് നോക്കിക്കഴിയുമ്പോൾ വിശുദ്ധി ഉണ്ടോ ഇല്ലയോ എന്ന് നാം അറിയുക അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളെ നോക്കിയിട്ടല്ല, അദ്ദേഹത്തിന് ജീവിതത്തെ നോക്കിയിട്ടാണ്. അതാണ് മാർപ്പാപ്പ ഇവിടെ ഉദ്ദേശിക്കുക. ജീവിതം കൊണ്ട് സാക്ഷിയാകാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ എന്ന്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ സാക്ഷി ജീവിതം നയിക്കാനായിട്ട് സാധിക്കും. പ്രധാനമായി നാം മനസ്സിലാക്കേണ്ടത്, നാം എല്ലാവരും മാമോദിസ സ്വീകരിച്ച എല്ലാവരും സാക്ഷി ജീവിതം നയിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. സ്ഥൈര്യലേപനത്തിലൂടെ ആ സാക്ഷി ജീവിതം മുദ്രിതമാക്കപ്പെട്ടിരിക്കുന്നു, മുദ്ര വയ്ക്കപ്പെട്ടിരിക്കുക. അപ്പം നമ്മുടെ എല്ലാവരും വിളിയെന്ന് പറയുക സാക്ഷി ജീവിതം നയിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പോൾ ആറാമൻ മാർപ്പാപ്പയോട് ചേർന്ന് ചിന്തിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്താണ് നാം ജീവിതം കൊണ്ടാണ് സാക്ഷി നൽകേണ്ടത്. പ്രസംഗങ്ങളെക്കാൾ ഉപരിയായിട്ട് ജീവിതം കൊണ്ട് സാക്ഷ്യം നൽകാനായിട്ട് സാധിക്കുമെന്ന് 3 കാര്യങ്ങൾ ഞാനിവിടെ പറയാനായിട്ട് ആഗ്രഹിക്കുക. 3 രീതിയിൽ നമുക്ക് നമ്മുടെ ജീവിതം കൊണ്ട് സാക്ഷ്യം നൽകാനായിട്ട്, അല്ലെങ്കിൽ 3 സ്ഥലങ്ങൾ, 3 വേദികളിൽ നമുക്ക് നമ്മുടെ സാക്ഷി ജീവിതം മറ്റുള്ളവരുടെ മുൻപിൽ നൽകാനായിട്ട് സാധിക്കും. അതിൽ ഒന്നാമത്തേതെന്ന് പറയുന്ന കുടുംബമാണ്, നമ്മുടെ കുടുംബം. രണ്ടാമത്തേത് ജോലി സ്ഥലം. മൂന്നാമത്തേത് സമൂഹം. കുടുംബത്തിൽ എപ്രകാരം എനിക്ക് ഒരു സാക്ഷി ജീവിതം നയിക്കാനായിട്ട് സാധിക്കും? കുടുംബനാഥൻ എന്ന നിലയിൽ ഞാൻ എൻ്റെ കുടുംബിനിയോട് അല്ലെങ്കിൽ എൻ്റെ ഭാര്യയോട് ചെയ്യുന്ന ഉത്തരവാദിത്തങ്ങൾ, എൻ്റെ മക്കളോട് ചെയ്യുന്ന കാര്യങ്ങൾ, എൻ്റെ കുടുംബത്തിൽ ഞാൻ പ്രവർത്തിക്കുന്ന രീതി, അത് എൻ്റെ സാക്ഷി ജീവിതത്തിന് ഒരു ബലമായിട്ട് തീരും, അല്ലെങ്കിൽ സാക്ഷി ജീവിതമാക്കി അത് മാറും. ഞാൻ എപ്പോഴും ദേഷ്യപ്പെടുന്ന ഒരു വ്യക്തിയാണോ? എന്ത് പറഞ്ഞാലും ദേഷ്യപ്പെടുന്നൊരു വ്യക്തി, അല്ലെങ്കിൽ മക്കൾ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ സംസാരിച്ചാൽ പെട്ടെന്ന് ദേഷ്യം, ഞാൻ സാക്ഷി ജീവിതത്തിന് അകന്നു പോവുകയാണ്, അതിനെതിരായിട്ട് നിൽക്കുന്നൊരു ജീവിതമായിട്ട് ഞാൻ മാറുകയാണ്. അപ്പോൾ പോൾ ആറാമൻ മാർപ്പാപ്പയോട് ചേർന്ന് ചിന്തിക്കുമ്പോൾ കുടുംബത്തിൽ എനിക്ക് എങ്ങനെ സാക്ഷി ജീവിതം നയിക്കാനായിട്ട് സാധിക്കും? ഒരു ചെറിയൊരു പുഞ്ചിരി, ചിലപ്പോൾ ഒരു ചെറിയൊരു താങ്ക്സ്, അല്ലെങ്കിൽ ജീവിത പങ്കാളി എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഒരു അപ്രീസിയേഷൻ, ഒരു അഭിനന്ദനം. അപ്പോൾ അതിലൂടെ ഒത്തിരി നന്മ നമുക്ക് കുടുംബത്തിൽ തന്നെ കൊടുക്കാനായിട്ടൊക്കെ സാധിക്കും. അങ്ങനെ കുടുംബത്തിൽ ഒരു സാക്ഷി ജീവിതം ആരംഭിക്കാനായിട്ട് എനിക്ക് സാധിക്കണം. രണ്ടാമതായിട്ട് ജോലി സ്ഥലത്ത്. പലരും പല സ്ഥലങ്ങളിൽ പല ജോലികൾ ചെയ്യുന്നവരായിരിക്കാം. വലിയ കമ്പനികളിൽ ജോലി ചെയ്യുന്നവരുണ്ടായിരിക്കാം, അതുപോലെ തന്നെ പറമ്പിൽ ജോലി ചെയ്യുന്നവരായിക്കൊള്ളട്ടെ, മാർക്കറ്റിൽ എന്ത് ജോലിയും ആയിക്കൊള്ളട്ടെ, ഡ്രൈവർ ആയിക്കൊള്ളട്ടെ, ആരുമായിക്കൊള്ളട്ടെ, പലതരത്തിലുള്ള ജോലികളിൽ ഏർപ്പെടുന്നവരാണ് നാം ഓരോരുത്തരും. ഈ ജോലി സ്ഥലങ്ങളിൽ എൻ്റെ പെരുമാറ്റം എപ്രകാരമാണ്? എൻ്റെ പെരുമാറ്റം കണ്ടു കഴിഞ്ഞാൽ
ഒരു ക്രിസ്തു ശിഷ്യനാണ് ഞാൻ എന്ന് എന്നെ കാണുന്ന വ്യക്തികൾക്ക് തോന്നാറുണ്ടോ? അത് വളരെ പ്രധാനപ്പെട്ട, എന്നെ കാണുന്ന വ്യക്തികൾക്ക് അത് മനസ്സിലാകാറുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ജീവിതം കൊണ്ട് അങ്ങനെ സാക്ഷ്യം നൽകാനായിട്ട് സാധിക്കണം. അതാണ് ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുക. ഞാൻ പ്രസംഗിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് കൂടുതൽ അതിന് ഒരു ശക്തിയും പവറും ഒരു ഇമ്പാക്റ്റും ഒക്കെ ഉണ്ടാകാൻ നമ്മൾ പറയുക ഈ ജീവിതത്തിനാണ്. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് വളരെ സത്യസന്ധമായിട്ട് എനിക്ക് ജോലി ചെയ്യാൻ സാധിക്കും. കൃത്യസമയത്ത് ഞാൻ ജോലിക്ക് എത്തുന്നു. ഏൽപ്പിക്കപ്പെടുന്ന ഉത്തരവാദിത്തങ്ങൾ ഒന്നിടപെടാതെ വളരെ കൃത്യമായിട്ട് ഞാൻ ചെയ്യുന്നു. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല, അതെൻ്റെ ഉത്തരവാദിത്തമാണ്. ഞാൻ സാലറി മേടിക്കുന്ന ഒരാളാണ്. ആ മേടിക്കുന്ന സാലറിയോടുള്ളൊരു കൂറ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലെ. അപ്പോൾ ആ ജോലി മേഖലയിൽ എന്തുമാത്രം സത്യസന്ധത എനിക്ക് കൊണ്ടുവരാൻ സാധിക്കും. ആരും കാണുന്നില്ലെങ്കിൽ എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ മുകളിലിരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കുന്നില്ല എന്നൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ട്. ചിലപ്പോൾ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്തെന്നിരിക്കും. ചിലപ്പോൾ ഞാൻ വെറുതെ ഇരുന്നിരിക്കും, മൊബൈൽ നോക്കിയിരുന്നിരിക്കും. പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ഉത്തരവാദിത്തം, അല്ലെങ്കിൽ ഞാനിത് കടപ്പെട്ടിരിക്കുന്നു എന്ന ചിന്തയോടെ ഒരു ഉത്തരവാദിത്തത്തോടുകൂടെ ഞാനത് ചെയ്തു കഴിയുമ്പോൾ ഞാനൊരു സാക്ഷി ജീവിതം നയിക്കുന്ന വ്യക്തിയായിട്ട് മാറും. അതുപോലെ മൂന്നാമതായിട്ട് സമൂഹത്തിനോട് ചേർന്ന് ജീവിക്കുന്നവരാണ് നാം ഓരോരുത്തരും. നാം ആയിരിക്കുന്ന സമൂഹങ്ങളിൽ എപ്രകാരം എനിക്ക് ക്രിസ്തുവിൻ്റെ ശിഷ്യനായിട്ട് സാക്ഷി ജീവിതം നയിക്കാനായിട്ട് സാധിക്കും? എൻ്റെ പെരുമാറ്റങ്ങൾ എപ്രകാരമാണ്? നമ്മൾ കുമ്പസാരങ്ങളിലൊക്കെ എപ്പോഴും ആവർത്തിച്ച് വരുന്ന പാപങ്ങളിലൊന്നാണല്ലോ ദേഷ്യപ്പെടുക എന്നുള്ളത്. എന്തുമാത്രം ആളുകളോടാണ് നാം ദേഷ്യപ്പെടുന്നത്. ഓരോ ദിവസവും ഞാൻ ഈ ദേഷ്യപ്പെടുന്നതിലൂടെ എന്താ സംഭവിക്കുക? എൻ്റെ സാക്ഷി ജീവിതത്തിന് എതിരായിട്ടാണ് സംഭവിച്ചുകൊണ്ടിരിക്കുക. എത്രയെങ്കിലും പ്രാവശ്യം, അല്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ദേഷ്യപ്പെടാതിരിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അങ്ങനെ ഒരു സാക്ഷി ജീവിതം അത് വലിയ ഒരു ശക്തിയായിട്ട് തീരും. വളരെ പ്രത്യേകമായിട്ട് നാം ആയിരിക്കുന്ന സമൂഹങ്ങളിൽ ചിലപ്പോൾ അക്രൈസ്തവരായ വ്യക്തികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരൊക്കെ ഞാനെന്ന വ്യക്തിയാണ് വായിക്കുന്ന ഒരു ബൈബിൾ എന്ന് പറയുക. ഞാനെന്ന വ്യക്തി, ആ ഞാനെന്ന വ്യക്തിയിലേക്ക് നോക്കിക്കഴിയുമ്പോൾ എന്തിനിവനൊക്കെ ക്രിസ്ത്യാനിയായി ജീവിക്കുന്നു എന്നൊരു ചിന്തയാണോ നാം കൊടുക്കുക? അതിനേക്കാൾ ഉപരിയായിട്ട് കൊള്ളാം, എന്തൊരു മനോഹരമായൊരു ജീവിതമാണ് ഈ മനുഷ്യൻ്റേത് എന്ന് അപ്പുറം നിൽക്കുന്ന ഒരു വ്യക്തിക്ക് പറയാനായിട്ട് സാധിച്ചു കഴിയുമ്പോൾ അത് ഒരു വിശുദ്ധമായ ജീവിതമായിട്ട് ഒരു വലിയ സാക്ഷ്യമായിട്ട് മാറുകയാണ്. ഒരുപാട് പ്രസംഗങ്ങളെക്കാൾ വലിയൊരു ശക്തിയും ഒരു ഇമ്പാക്റ്റും ആ പറയുന്ന ജീവിതത്തിനുണ്ടാകും. അപ്പോൾ ഞാനായിരിക്കുന്ന കുടുംബത്തിൽ, ഞാനായിരിക്കുന്ന ജോലി സ്ഥലങ്ങളിൽ, അതുപോലെ ഞാനായിരിക്കുന്ന സമൂഹത്തിൽ, അതൊരു ദേവാലയത്തിൽ, എവിടെ ആയിക്കൊള്ളട്ടെ, ഞാനായിരിക്കുന്ന സമൂഹവുമായി ചേർന്ന് നിൽക്കുന്ന എവിടെയും, അവിടെയെല്ലാം എനിക്ക് ഒരു സാക്ഷി ജീവിതം നയിക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്നുള്ളത്. അങ്ങനെ സാക്ഷി ജീവിതം നയിക്കാനായിട്ടാണ് ഈശോ നമ്മെ വിളിക്കുക. വിശ്വാസത്തിന് വേണ്ടി ജീവൻ തെളിച്ച ഒരുപാട് വ്യക്തികളുണ്ട്. സാക്ഷി ജീവിതത്തിന് അവസാന ഇതെന്ന് പറയുക രക്തസാക്ഷിത്വമാണ്. ഞാൻ നേരത്തെ ഓർമ്മിപ്പിച്ചത്. അതാണ് ഏറ്റവും ഹയസ്റ്റ് പോയിന്റ് എന്ന് പറയുക സാക്ഷി ജീവിതത്തിൻ്റെ. ഒരുപാട് വ്യക്തികളുണ്ട്. അത് നമുക്ക് എല്ലാവർക്കും ഒരുപക്ഷെ സാധിക്കണമെന്നുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ നമ്മുടെ ജീവിതം കൊണ്ട് എപ്പോഴെങ്കിലും അതിനൊരു സാധ്യത ഉണ്ടെങ്കിൽ, നമ്മുടെ റാണി മരിയ സിസ്റ്ററൊക്കെ വളരെ വലിയൊരു വിശുദ്ധിയായിട്ട് നമ്മുടെ മുൻപിൽ ഇങ്ങനെ നിൽക്കുക. ഒരു കേരളത്തിൽ തന്നെ ജീവിച്ച് നോർത്ത് ഇന്ത്യയിൽ പ്രവർത്തന മേഖലകൾ വ്യാപിപ്പിക്കാൻ സാധിച്ച ഒരു സിസ്റ്റർ. ആ സിസ്റ്ററിൻ്റെയൊക്കെ ജീവിതം ഒരു രക്തസാക്ഷിത്വമായിട്ട് മാറിക്കഴിഞ്ഞപ്പോൾ അത് വലിയൊരു വെളിച്ചമായിട്ട് മാറി ആ പ്രദേശത്ത് മുഴുവൻ. നമുക്ക് എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടാവുകയാണെങ്കിൽ അതിനെ പുൽകാൻ നമ്മൾ ആരും മടിക്കരുത് എന്നൊരു ചിന്ത കൂടെ ഇതിന് ചേർത്ത് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുക. അതുപോലെ തന്നെ വളരെ പ്രത്യേകം ഞാൻ ആദ്യം സൂചിപ്പിച്ച ആ കഥയിലേക്ക് വീണ്ടും വരികയാണ്. ഞാൻ ആദ്യം സൂചിപ്പിച്ച ഒരു കഥ എന്ന് പറയുക രാമകൃഷ്ണ പരമഹംസരുടെ ഒരു കഥയാണ്, ഒരു നായയുടെ കഥ. ആ നായ എന്തോ കണ്ട് കുരയ്ക്കാനായിട്ട് ആരംഭിച്ച ഒരു നായ, പിന്നാലെ ഈ കുര കേട്ട് കൂടിയ മറ്റു നായ്ക്കൾ, പിന്നീട് മറ്റു നായ്ക്കൾ നിശബ്ദരായി. ഏത് നായ ആദ്യം കുരയ്ക്കാൻ ആരംഭിച്ചോ ആ നായ അത് തുടർന്നു കൊണ്ടേ പോയി. കാരണം ഞാൻ ആദ്യമേ തന്നെ സൂചിപ്പിച്ചിരുന്നു, ആ നായയാണ് ആ സംഭവം, അല്ലെങ്കിൽ എന്താണോ അവൻ കണ്ടത്, എന്തിനാണോ അവൻ കുരച്ചത്, അത് കണ്ട ഏക വ്യക്തി എന്ന് പറയുക ഈ പറഞ്ഞ നായയാണ്. ആ നായയ്ക്കാണ് കൂടുതൽ സാക്ഷ്യം നൽകാനായിട്ട് സാധിച്ചത് എന്ന്. ബാക്കിയുള്ളവരത് കേട്ടവരാ. നമ്മുടെയും ജീവിതങ്ങളിൽ ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പോലെ ശിഷ്യന്മാരെ വിളിച്ചപ്പോൾ ഈശോ ആദ്യം പറഞ്ഞത് അവരുടെ കൂടെ ആയിരിക്കാനാണ് പറഞ്ഞത്. ഈശോയുടെ കൂടെ ആയിരിക്കാൻ. ഈശോനെ നമ്മൾ കൂടെ ആയിരുന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് സാക്ഷി ജീവിതത്തിലേക്ക് ഇറങ്ങാനായിട്ട് സാധിക്കൂ. തമ്പുരാനോട് ചേർന്ന് നിൽക്കുന്ന ജീവിതമാണോ എൻ്റേത് എന്ന ചിന്ത അത് നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുകയാണ്. നാം എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും, ആരോടൊക്കെ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും, ഈശോയിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സാക്ഷി ജീവിതമാണോ എൻ്റേത് എന്ന് തമ്പുരാനോട് ചേർന്ന് നിന്നെങ്കിൽ മാത്രമേ എനിക്ക് ഒരു സാക്ഷിയായിട്ട് ജീവിക്കാൻ സാധിക്കൂ. അത് ഈശോ നമ്മുടെ മുൻപിൽ വയ്ക്കുന്ന വലിയൊരു ചലഞ്ചാണ്. ഈശോ ശിഷ്യന്മാരെ വിളിച്ചപ്പോൾ ആദ്യം എല്ലാവരും നിങ്ങൾ പോയി പ്രസംഗിക്കുക,
നിങ്ങൾ പോയി രോഗശാന്തി നൽകുക എന്നല്ല കർത്താവ് പറഞ്ഞത്. ഈശോ ആദ്യം പറഞ്ഞത് കൂടെ ആയിരിക്കാനാണ്. നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ളതും ഈ കൂടെ ആയിരിക്കാനാണ്. കൂടെ ആയിരുന്ന് തമ്പുരാനെ അനുഭവിച്ചു കഴിയുമ്പോൾ എൻ്റെ സാക്ഷി ജീവിതം അത് വ്യത്യാസമുള്ളതായിട്ട് തീരും. അത് ക്രിസ്തു ആഗ്രഹിക്കുന്ന, ഈശോ ആഗ്രഹിക്കുന്ന രീതിയിൽ ആയിത്തീരും. അങ്ങനെ ആയിത്തീരുമ്പോഴാണ് അത് കൂടുതൽ ഫലദായകമായി മാറുക. പലപ്പോഴും നമ്മുടെ ജീവിതങ്ങൾ, നമ്മുടെ പ്രസംഗങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, അത് ഫലദായകം അല്ലാതെ പോകുന്നതിൻ്റെ പ്രധാന കാരണം ഈ കൂടെ ഇരിക്കാൻ നമുക്ക് സാധിക്കാത്തതുകൊണ്ടാണ്. സെഹിയോൻ ഉഡ്ഡിശാലയിലെ ശിഷ്യന്മാർ പ്രാർത്ഥനയിലായിരുന്നു, പരിശുദ്ധ അമ്മയോടൊത്ത്. പരിശുദ്ധ അമ്മയോടൊത്ത് അവർ പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകത്താൽ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർക്ക് സാക്ഷ്യ ജീവിതം വളരെ ഫലപ്രദമായിട്ട് ജീവിക്കാൻ സാധിച്ചു. അങ്ങനെ ജീവിക്കാനാണ് ഈശോ നമ്മെ വിളിക്കുക. വളരെ പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ഈശോയെ, അങ്ങയെ കൂടുതൽ മനസ്സിലാക്കാൻ, അങ്ങയോട് കൂടെ ചേർന്നിരിക്കാൻ, അങ്ങയെ കൂടുതൽ അനുഭവിച്ച് അങ്ങയുടെ ഒരു സാക്ഷിയായി മാറാൻ എന്നെ അനുവദിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ സാക്ഷി ജീവിതം ഒരുപക്ഷെ എൻ്റെ കുടുംബത്തിലായിരിക്കാം. എൻ്റെ കുടുംബത്തിൽ ഞാൻ അങ്ങയുടെ ഒരു സാക്ഷിയായിട്ട് ജീവിക്കും. അല്ലെങ്കിൽ ഒരുപക്ഷെ ഞാൻ ജോലി ചെയ്യുന്ന മേഖലകളിലായിരിക്കാം. അതുമല്ലെങ്കിൽ ഞാൻ ആയിരിക്കുന്ന സമൂഹങ്ങളിലായിരിക്കാം. ഇവിടെയെല്ലാം അങ്ങ് ആഗ്രഹിക്കുന്ന രീതിയിലുള്ളൊരു സാക്ഷി ജീവിതം നയിക്കാൻ എനിക്ക് കൃപ നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.